നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ നിന്നിതാ ആരാധകർക്കൊരു ആശ്വാസ വാർത്ത. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരം നാളെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. അതിനുള്ള അനുമതി ആയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേഡിയം വിട്ടുകൊടുത്തിരിക്കുന്നു. GCDA എന്നാണിപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരവും അതുതന്നെയാണ്. അതായത് ഇന്നുണ്ടായ പ്രതിസന്ധി എല്ലാവർക്കും അറിയാമല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സ് വാടക കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് ആ ഒരു പ്രസ് കോൺഫറൻസിൻ്റെ റൂം വിട്ടുകൊടുക്കാതിരുന്നത്. പിന്നെ അവിടുത്തെ പ്രതിനിധികളെ പുറത്താക്കി. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അഭിക് ചാറ്റർജി, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോഴും പ്രതിസന്ധിയുണ്ട്, തീരുമാനമൊന്നും ആയിട്ടില്ല, പക്ഷേ ശ്രമം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനെ ഉദ്ധരിച്ചുകൊണ്ട്. ഇപ്പോഴിതാ വിവരങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. നാളത്തെ മത്സരം നടക്കും, തീരുമാനമായിരിക്കുന്നു. GCDA കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരാഴ്ചത്തെ സാവകാശം കൊടുത്തിരിക്കുകയാണ് ഈ ഡ്യൂ ആയിട്ടുള്ള പൈസ അടക്കാൻ വേണ്ടി. അത് 28 ലക്ഷം രൂപ ഒരാഴ്ചക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കും. അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്, അത് തീരുമാനമായിട്ടുണ്ട് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും അടക്കമുള്ളവരൊക്കെ ഈ തുക കൊടുക്കുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എക്സാക്റ്റ് എമൗണ്ട് പറയുന്നില്ല. ഏതായാലും കൊടുക്കാം, ഒരു എമൗണ്ട് കൊടുക്കാം, അത് അടുത്തൊരാഴ്ചക്കുള്ളിൽ അടച്ച് തീർക്കാം എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനൊരു സാവകാശം കൊടുത്തിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് അത് സമ്മതിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് പ്രതിസന്ധി ഒഴിഞ്ഞിരിക്കുന്നു. മത്സരം ഇതാ നാളെ നടക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ശുഭകരമായ വാർത്ത. എന്തൊക്കെ ഹഡിൽസാണ് ഈ സീസണിൽ ഇന്ത്യൻ ഫുട്ബോളിന് മുന്നിലേക്ക് വരുന്നത് നോക്കുക. കളിയൊന്ന് ആരംഭിച്ച് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം. എന്തായാലും ആ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.